നിങ്ങളുടെ പേര് ഷുക്കൂറല്ലേ? ബഹുമാനപ്പെട്ട ഷുക്കൂർ ചോദിച്ച ചോദ്യം നല്ലൊരു ചോദ്യമാണ്, നല്ല ചോദ്യമാണ്. അപ്പോൾ ഇവിടെ വരൽ തുടങ്ങിയിട്ട് 5-6 മാസം 5-8 മാസമായിപ്പോൾ ഒരുപാട് ക്ലാസ്സിന് മേഖലയൊക്കെ കൂടുതലുണ്ട്. വരാനുള്ള കാരണങ്ങളും അതും പറയാം. വരാൻ ഞാൻ ബിൽഡിംഗ് കോർഡിനേഷൻ്റെ പ്രസിഡൻ്റാണ് മഞ്ചേരി ഭാഗത്ത്. തന്നെയുമല്ല അവിടെ പിന്നെ റോഡ് കമ്മിറ്റി കൺവീനറാണ്, പിന്നെ മദ്രസ കമ്മിറ്റി പള്ളിയിൽ ഒക്കെ കമ്മിറ്റിയിൽ ഓരോരോ. അപ്പോൾ അങ്ങനെ പല ഇതുണ്ടാവുമ്പോൾ നമുക്ക് സംസാരിക്കാൻ കുറച്ചൊക്കെ സംസാരിക്കും, അല്ലെങ്കിൽ എഴുതി കൊണ്ടേ സംസാരിക്കും. അതല്ലല്ലോ പ്രസംഗം എന്ന് പറഞ്ഞത്. ശരിക്കും നിന്ന് തെറ്റ് തീർത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ വന്നു, ഇവിടെ വന്നതിന് ശേഷം വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഇപ്പം ഞാൻ പല കാര്യങ്ങളും അവിടെ റോഡ് പണി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. റോഡ് കമ്മിറ്റീൻ്റെ കൺവീനർ അതിപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ മാസം. നിങ്ങളൊക്കെ വാട്സപ്പിലൊക്കെ കാണും, ഇവിടുത്തെ വാട്സപ്പിലുണ്ടാവും. അപ്പോൾ അങ്ങനെ പല സംഗതിയിലും ഞാൻ എല്ലാത്തിലും മുന്നിൽ നിന്ന് കണ്ട് തന്നെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കൽ, മറ്റത് ബാക്കിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. ഈ ബ്രൈറ്റ് അക്കാദമിയിൽ വന്നിട്ടുള്ള മാറ്റം വലിയ മാറ്റം തന്നെയാണ്. ഇപ്പോൾ ഒരു മടിയില്ല, ഭയമൊന്നുമില്ല. ഏത് സദസ്സ് കിട്ടിയാലും എവിടുന്ന് അഭിപ്രായം പറയാൻ. ഇപ്പോൾ ഇതിന് മുമ്പ് കലക്ട്രേറ്റിൽ പോയിട്ട് അവിടെ പട്ടയം കൊടുക്കുന്നുണ്ട്, കുറച്ച് ഭൂമി ഞാൻ തരം മാറ്റി. അപ്പോൾ അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ പറഞ്ഞു. ഞാൻ നല്ല അഭിപ്രായം പറഞ്ഞ അവിടെ നിന്ന് സംസാരിച്ചു. ഒരു 10-200 ആളുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രയാസമില്ലാതെ സംസാരിക്കാൻ കഴിഞ്ഞു. ഈ ബ്രൈറ്റ് അക്കാദമിയാണ് എനിക്ക് കാരണം. ഇവിടെ വന്നതിന് ശേഷം മാറ്റം. എൻ്റെ മറുപടി താങ്കൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. എൻ്റെ പേര് അബ്ബാസ്. ഓക്കെ. സമകാലീകരാണ്. പ്രായമായിട്ട് പഠിക്കാൻ കഴിയുന്ന പ്രതീക്ഷകളുണ്ടോ? നമുക്ക് പ്രസംഗ പരിശീലനം ഇവിടെ സാധ്യമാകുന്നുണ്ടോ? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. നല്ല ചോദ്യമാണ് സാറ് ചോദിച്ചത്. പഠിക്കണമെന്ന് നമുക്ക് മനസ്സിലൊരാഗ്രഹം, നല്ലൊരാഗ്രഹം. ഇവിടെ പറയില്ല ഞങ്ങൾ കത്തിജ്വലിക്കണ ആഗ്രഹം എന്നാണ്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് തയ്യാറെടുത്താൽ തലേ ദിവസമൊക്കെ തയ്യാറെടുത്ത് വന്നാൽ പ്രായം ഒരു പ്രശ്നമല്ല. പിന്നെ നമ്മൾ ആരോഗ്യം എന്ന് പറഞ്ഞാൽ അതിനുള്ള കഴിവും ശക്തിയും നമ്മൾ അത്യാവശ്യം ചെയ്യേണ്ട വ്യായാമം ഇതൊക്കെ ചെയ്ത് ഭക്ഷണത്തിലൊക്കെ ഒന്ന് കൺട്രോളായി പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു കുഴപ്പമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ ഒരു പ്രയാസമില്ല. ഇപ്പോൾ ഞാനിപ്പോൾ അവിടെ നിന്നുകൊണ്ട് പുറപ്പെട്ടു രാവിലെ 7:30 തന്നെ പെരിയിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്നു, വളാഞ്ചേരി എത്തി. വളാഞ്ചേരി ഇങ്ങോട്ട് വന്നു. വലിയ പ്രയാസമൊന്നുമില്ല. സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ അറിയാമല്ലോ. ഇപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഇപ്പോൾ ആദ്യം ഒരുപാട് മടിച്ചു നിന്നുണ്ടാവും. ഇവിടെ വന്നിട്ട് പലരും മടിച്ചു. ഇവിടെ പറഞ്ഞാൽ ഇവിടെ ആദ്യം നമ്മളെ ബ്രൈറ്റ് അക്കാദമി ടൗണിലായിരുന്നു. അതിൻ്റെ താഴെ വന്ന് ഓഫീസിൽ നിന്ന് മുകളിലേക്ക് കയറാതെ പോയ ആളുകളുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇങ്ങനെയുള്ള. അപ്പോൾ ഞാൻ അതിനൊക്കെ മറികടന്നിട്ടുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ മറുപടി താങ്കൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഓക്കെ. മോഹൻലാൽ ചോദിക്കാറുണ്ട്. നമ്മൾ ഒരുപാട് മറ്റ് രാജ്യ സംസ്ഥാനങ്ങളിലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുകയും ഒരുപാട് ജീവിതാനുഭവമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ ഈ നാടുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് രാജ്യങ്ങളിലോ ഒക്കെ ജോലിക്ക് പോകുന്ന ചെറുപ്പക്കാർ നിങ്ങൾക്ക് പറയാനുള്ള അവർക്കൊരു ഉപദേശം എന്തായിരിക്കും? സാറിൻ്റെ ചോദ്യം നല്ലൊരു പ്രസക്തമാണ്, നല്ല ചോദ്യമാണ്. ഇപ്പോൾ പോകുന്ന ആളുകൾക്ക് മുമ്പ് പോയിലേറെ ഒരുപാട് മാറ്റം വരുത്തേണ്ടിയാണ്. കാരണം അന്ന് ഒരു വിവരവും ഇല്ലാത്തവരും ഇവിടെ ജോലിയൊന്നും ഇല്ലാത്തവരും ഞങ്ങളെ കോട്ടക്കൽ അതുപോലെ ഇവിടെ ഈ ചാവക്കാട് ഭാഗത്തുനിന്നൊക്കെ 4ാം ക്ലാസ്സോ 5ാം ക്ലാസ്സോ ചില സ്കൂൾ പോകാത്തവരൊക്കെ അന്ന് പോയിരുന്നു. അന്ന് അവിടെ അവർക്ക് വലിയ വിവരവും കാര്യമൊന്നും ഇല്ല. 70ൻ്റെ മുമ്പട്ടോ, 70-80 കഴിഞ്ഞ് 90 കഴിഞ്ഞതിന് ശേഷം അവിടെ ഇപ്പോൾ കുറച്ചൊക്കെ പഠിപ്പുള്ള കുട്ടികൾ അവിടെ കുട്ടികളുണ്ട്. കുറച്ചൊക്കെ ഒരു പഠിപ്പില്ലാതെ ഇപ്പോൾ ചെന്ന് ഒരു ജോലിക്ക് കയറാൻ കുറച്ച് പ്രയാസമാണ്, നല്ലൊരു ജോലി കിട്ടാൻ. എൻ്റെ മറുപടി താങ്കൾക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ഗിരീഷ് എന്നാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള പള്ളിക്കൽ ബസാറാണ് എൻ്റെ സ്വദേശം. ഞാൻ മഞ്ചേരി ജില്ലാ കോടതിയിലെ ഒരു ജീവനക്കാരനാണ്. കുടുംബം എന്ന് പറയുന്നത് ഭാര്യ ബാങ്കിലെ എംപ്ലോയിയാണ്, ഒരു മകളാണുള്ളത്, പിന്നെ അച്ഛനമ്മ. ഇത്രയാണ് എൻ്റെ ബേസിക്കായിട്ടുള്ള വിവരങ്ങൾ. പിന്നെ ഇവിടെ വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതുപോലെ എന്നല്ല, ഒരു 4 ആളുടെ മുന്നിൽ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാൻ ഇത്തരം ഒരു വേദികളിലൊന്നും ഞാൻ ഇതുവരെ എവിടെയും അങ്ങനെ സംസാരിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ എന്തെങ്കിലും ഒരു ബസ്സിൽ ടൂറ് പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ അതിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നോടിയായിട്ട് എല്ലാവരും ഒരു റിവ്യൂ പറയുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതിൽ പോലും വല്ലാതെ വിഷമിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും എൻ്റെ ശബ്ദം ഇടറുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അത് എങ്ങനെയൊന്ന് മാറ്റിയെടുക്കണം, ഒരു പ്രസംഗ കല ചെറുതായിട്ടെങ്കിലും ഒന്ന് അഭ്യസിച്ചെടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിലൊക്കെ ചോദിക്കാം. നിങ്ങൾ അടുത്താണല്ലോ ഇപ്പോൾ ഹൈവേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രാമനാട്ടുകര പോവാണ്. അതിൻ്റെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സമീപ പ്രദേശത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട് ആർക്ക് പറയാനുള്ളത്? അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഒരു വലിയ പ്രോജക്റ്റാണല്ലോ അത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നിരന്തരമായിട്ടുള്ള, ഇപ്പോൾ ഇന്ന് നമ്മൾ പോകുമ്പോൾ കാണുന്ന വഴിയല്ല നാളെ നമ്മളതിൽ പോകുമ്പോൾ വേറെ രീതിയിലായിരിക്കും. പിന്നെ 1 വേ ആണ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടാകും. പക്ഷേ ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് വളരെ ഉപകാരപ്പെടാൻ പോകുന്നൊരു റോഡ് വികസനമായിരിക്കും അത് എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത്. എൻ്റെ മറുപടി തൃപ്തികരമാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ പേര് ബാലചന്ദ്രൻ. സാറ് ജില്ലാ കോടതിയിലാണ് ജോലി ചെയ്തതെന്ന് പറയാൻ കഴിയും. ഈ കോടതിയിലെ ജോലി സാഹചര്യം വളരെ പ്രയാസകരമാണ്. മാനസിക സംഘർഷം ഇതൊക്കെ നൽകുന്നതാണെന്ന് അറിയാൻ കഴിയും പുറത്തുനിന്ന്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. കോടതിയിലെ ജോലി എന്ന് പറയുമ്പോൾ കുറേ കൂടി നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ഒരു കൃത്യസമയത്ത്, ഇപ്പോൾ സാധാരണ സർക്കാർ ഓഫീസുകളെ പറ്റിയൊക്കെ നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ സിനിമകളിലൊക്കെ കാണുമ്പോൾ തന്നെ അത് കുറച്ച് വൈകി എത്തിയാലും കുഴപ്പമില്ല, കുറച്ച് നേരത്തെ പോവാം, സീറ്റിൽ ആളെ കാണില്ല, അത്രയും ഈസി അല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ക്രിമിനൽ കോടതികളിലൊക്കെ ഒരുപാട് വർക്ക് ലോഡ് അധികം കൂടുതലാണ്. ഞാൻ സിവിൽ കോടതിയിലാണ്, അപ്പോൾ അതുകൊണ്ട് അവിടെ അത്ര തിരക്കില്ല. പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് പറയുന്നതോടൊപ്പം തന്നെ നമുക്ക് ജഡ്ജിയെ മാത്രം പേടിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമുക്ക് ഒരു ഓഫീസിലൊരു എന്തെങ്കിലും ഭയം അല്ലെങ്കിൽ ചെറുതായിട്ടെങ്കിലും ഒരു ബഹുമാനം ഉണ്ട് എന്നുള്ളത് അതാണ്. അതല്ലാതെ ഇപ്പോൾ നമുക്ക് ഏത് താഴേക്കിടയിലുള്ള ജീവനക്കാർ മുതൽ യൂണിയൻ്റെ നേതാക്കളാണ് അല്ലെങ്കിൽ മറ്റ് സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണ്, അവരുടെ ഇതിന് നമ്മൾ പൈസ കൊടുത്തില്ല, യൂണിയൻ്റെ പിരിവും മറ്റുമായിട്ട് വരുമ്പോൾ പൈസ കൊടുത്തില്ല, അല്ലെങ്കിൽ അതുമായിട്ട് അങ്ങനെയുള്ള വേറെ ബാഹ്യമായിട്ടുള്ള മറ്റൊരു ഇടപെടലും നമുക്കില്ല. നമുക്ക് നമ്മുടെ ജോലി ചെയ്ത് കൃത്യസമയത്ത് പോവുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് ജോലി ചെയ്യാൻ കഴിയുന്ന സ്ഥാപനം തന്നെയാണ് കോടതി എന്നാണ് പറയുന്നത്. എൻ്റെ മറുപടി തൃപ്തികരമാണ് എന്ന് വിചാരിക്കുന്നു. പേര് പറയാം, ജോലി പറയാം, സ്ഥലം പറയാം, കുടുംബത്തെ കുറിച്ച് പറയാം. കൈ പിടിച്ച പേര്, ജോലി, സ്ഥലം, കുടുംബം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സൈനുദ്ദീൻ ആണ്. ഞാൻ ആദരാടുന്നായിരുന്നു. ആദരാടാണ് സ്ഥലം. എനിക്ക് 4 കുട്ടികളാണ്. അതിൽ 3 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാണ്. ആൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികളൊക്കെ ഉണ്ട്. 2 3 ആളും ഒരാൾക്ക് 4 ആളും കുട്ടികളുണ്ട്. പിന്നെ മോളാണ് ഇപ്പോൾ ലാസ്റ്റുള്ളത്. മോൾക്ക് കെട്ടിച്ച് അവർക്കിപ്പോൾ ഗർഭിണിയാണ്, 5 മാസമായിരിക്കുന്നു. പിന്നെ ഒക്കെ സുഖമായിട്ട് ഇങ്ങനെ പോകുന്നു. വേറെ ഞാൻ പിന്നെ UAE-യിലാണ് നിൽക്കുന്നത്. പക്ഷേ കൂടുതലാണ് നിൽക്കില്ല. കൂടുതലും ഇവിടെ നാട്ടിൽ തന്നെയാണ്. കൃഷിയും വകുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ഇവിടെ തന്നെ നാട്ടിൽ തന്നെയാണ്. അങ്ങനെയൊക്കെ കൂടുതലൊന്നും പറയാനില്ല.
ചെറിയ ചോദ്യം ചോദിക്കിട്ടോ. പണ്ടൊക്കെ ഈ പ്രവാസികൾ വിദേശത്ത് ഗൾഫിലൊക്കെ പോകുന്ന ആളുകൾ 2 വർഷം 3 വർഷം 4 വർഷം കഴിഞ്ഞിട്ടാണ് തിരിച്ച് നാട്ടിലേക്ക് വരിക. കേട്ടോ? ആ കേട്ടു. പക്ഷെ ഇപ്പോഴത്തെ പ്രവാസികളൊക്കെ ഒരു 3 മാസം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്നു. ഇപ്പൊ എന്നാ പയ്യന് ഈ അയൽവാസിയാണ്, അവര് പോയിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. എന്നാ അവനെ ഇവിടെ കാണുന്നുണ്ട്. കല്യാണം കഴിച്ചു പോയതാണ്, നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. 2 ആഴ്ച കല്യാണം കഴിഞ്ഞ് പോയി ആ 2 ആഴ്ച അവിടെ എത്തി. പക്ഷെ പണ്ടൊക്കെ 2 വർഷം കഴിയാതെ വരാറില്ല. അപ്പൊ എന്താണ് ആ മാറ്റം? അന്ന് ഒരുപാട് കാലം കഴിഞ്ഞു വന്നിരുന്നു, ഇപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നു. ഈ മാറ്റത്തിന്റെ ഒരു കാരണം എന്താണ്? മാറ്റത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂടുതലായിട്ട് ഒന്നും പിന്നെ പറയാനില്ല. അന്ന് എന്ന് പറഞ്ഞാൽ ഒരു ടിക്കറ്റിന് വരണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ആദ്യത്തെ കാലത്തൊക്കെ 2500-3000 റുപ്യ കണ്ടിട്ട് പിന്നെ അവിടുത്തെ പൈസ കൊടുക്കേണ്ടി വരും ഒരു ടിക്കറ്റ് എടുക്കണമെങ്കിൽ. ആ സമയത്ത് ഇന്ന് 200 ചില്ല റുപ്യ 300 റുപ്യ ഇങ്ങനെ ഈ പൈസ കൊടുത്താൽ മതി. അപ്പോൾ അതിനുള്ള മാറ്റം തന്നെ അത്രയും മാറ്റം തന്നെ അല്ല. അന്നത്തേക്കാളും പിന്നെ പൈസക്ക് മൂല്യം ഇന്ന് കുറവാണ്. അതൊക്കെ തന്നെ അതിൻ്റെ കാരണങ്ങൾ എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും. പിന്നെ ഇപ്പോൾ ചിലർക്ക് ഈ അന്നൊക്കെ പിന്നെ ഒരാളെ കീഴിലാണ്. കാരണം ഇന്നിപ്പോൾ കൂടുതലും ആൾക്കാർ എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പിന്നെ ചെറിയൊരു ബിസിനസ് ചെയ്യാൻ നോക്കും. അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് നോക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതുണ്ടാവും. കാരണം അതിൽ പെട്ട ആളെന്നെയാണ് ഞാനും തന്നെ. അതിൻ്റെ പെട്ട തന്നെയാണ് ചെറിയൊരു ബിസിനസ് പോവുകയാണ്. അപ്പോൾ കുട്ടികളോട് നോക്കി കൊണ്ട് നടക്കുന്നുണ്ട്, അവിടെ ആവശ്യമായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രയാസമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ തൃപ്തിപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. മറുപടി അത്ര പറയാണ്ട് കിട്ടുള്ളൂ. കാരണം ഫസ്റ്റിലല്ല, അതുകൊണ്ടാണ് അത്. സാറേ, എൻ്റെ പേര് സുനിൽ എന്നാണ്. സാറ് ഇപ്പോൾ പ്രവാസിയാണ്. കൃഷി ചെയ്യുന്നതാണ്. എന്തൊക്കെ കൃഷിയാണ് ചെയ്യുന്നതെന്നോ? ഇന്ന് എല്ലാ കൃഷിയുണ്ട്. അതായത് തെങ്ങ്, കവുങ്ങ്, ഇപ്പം 3-4 ഏക്കർ പാടം നെല്ല് നട്ടിട്ടുണ്ട്. എല്ലാ കൃഷിയുണ്ട്. ഒരു ഇന്ന കൃഷിയൊന്നുമില്ല. ഏത് കൃഷിയോ നമുക്ക് ആ കൃഷിൻ്റെ അവിടെ പോയിട്ട് ഇങ്ങനെ ഒന്ന് കാണുന്നതന്നെ നല്ലൊരു സുഖമാണ്. കാരണം എന്ത് കൃഷി ഉണ്ടാക്കിയാലും കൃഷിയിൽ പിന്നേക്ക് ആരും പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, കൃഷിയിൽ ബാക്കിക്കാരും പോകരുത്. എല്ലാവരും അതിൽ പറ്റുന്നവരൊക്കെ കൃഷി ചെയ്യണം എന്നുള്ളതാണ്. ഈ ഫ്രൂട്ട്സിന്റെ പഴങ്ങളൊക്കെ കൃഷികളൊക്കെ പ്രത്യേകിച്ച് ചക്ക, പേരക്കായ, അത്തരത്തില് വല്ല ഫ്രൂട്ട്സ് കൃഷിയൊക്കെ ഉണ്ടോ? ഫ്രൂട്ട് കൃഷി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പിന്നെ ചക്ക ഒരു കൊല്ലത്തിലൊക്കെ കഴിക്കുന്ന ചക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അവിടെ പിന്നെ വീട്ടിലുണ്ട്. അത് പിന്നെ ഒരു കൊല്ലം 1.5 കൊല്ലം 2 കൊല്ലം നല്ല സാറേ ചക്ക ഉണ്ടാവും. പിന്നെ മാങ്ങൊന്നും അങ്ങനെ കായ്ക്കുന്നുണ്ട്. ചക്ക ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഇതായിട്ട്. വേറെയുള്ളതൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ മറ്റുള്ള ഈ റംബുട്ടാൻ അങ്ങനത്തെ ഉള്ളതൊക്കെ അതൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ കായ്ക്കണമുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഗസ്റ്റ് മൂവാറ്റുപുഴ എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ഫൈസൽ. അപ്പോൾ അദ്ദേഹം ഒന്ന് പരിചയപ്പെടുത്തി നമ്മോട് സംബന്ധിക്കും. പ്രത്യേകിച്ച് ഈ ഒരു കല പഠിച്ചാൽ നമുക്കുള്ള ഒരു സ്ഥാനം, നമുക്കുള്ള ബഹുമതി, നമ്മുടെ ഉയർച്ച, അതിനെക്കുറിച്ച് 2 വാക്ക് ഒരു ചെറുതായിട്ടൊരു ആമുഖ പ്രസംഗം അദ്ദേഹം നിർവഹിക്കുന്നത്.